ഏത് സ്ത്രീ പുരുഷ ബന്ധവും തെറ്റായ രീതിയിലേക്ക് പോവുകയും സദാചാര പോലീസുകാർക്ക് പിടിക്കാൻ പറ്റുന്ന ഒരു സാധനമാക്കി, ഈ പറയുന്നത് പോലെ ഒരു ഐറ്റമാക്കി ഈ സ്ത്രീ പുരുഷ ബന്ധത്തെ മാറ്റുന്ന ഒരു ഗതികേടുണ്ട്. എനിക്ക് തോന്നുന്നൊരു കാര്യം, അതുകൊണ്ട് തന്നെ പലപ്പോഴും ആരോഗ്യകരമായ സ്ത്രീ പുരുഷ ബന്ധം എനിക്ക് തോന്നുന്നു ഈ ചെറുപ്പക്കാരായ കുട്ടികളുടെ ഇടയിൽ കുറച്ചും കൂടി അത് നന്നായിട്ടുണ്ട്. ഒരു 30 വയസ്സിന് മേലെയാണ് അതില്ലാത്തത്. അവരുടെ ഇടയിൽ ഉള്ള ബന്ധം എപ്പോഴും രഹസ്യമാണ്. അതുകൊണ്ട് ഏത് സ്ത്രീയും പുരുഷനും രഹസ്യമായി മാത്രം കാണുക, രഹസ്യമായി ഫോൺ ചെയ്യുക, രഹസ്യമായി ബന്ധപ്പെടുക, അത് വളരെ തെറ്റായ ഒരു വഴിയിലേക്ക് പോവുക. ഈ പറയുന്ന പോലെ 4 ദിവസം ഒരു ആളുടെ കൂടെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയാൽ പിറ്റേ ദിവസം കേരളത്തിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെടുകയാണ്. കേരളം മുഴുവൻ യാത്ര ചെയ്യുന്നു, ചിലപ്പോൾ സംസ്ഥാനം വിട്ടുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ സഹപ്രവർത്തകരായ വേറെ നമ്മൾ സഹോദര തുല്യം കാണുന്ന ആളുകളുണ്ട്. എല്ലാ ആളുകളും ഇന്ന് പരസ്യമായിട്ട് സുതാര്യതയൊക്കെ ഇതിൻ്റെ ആവശ്യമാണ്, നമുക്കൊക്കെ അതുണ്ട്. പക്ഷേ പലരും അതുകൊണ്ട് ഭയപ്പെടുന്നു. ഇപ്പോൾ പലരും ഫോൺ ചെയ്യുമ്പോൾ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അത് എൻ്റെ കൂടെ, ഞാൻ ഇന്നയാളുടെ കൂടെ യാത്ര ചെയ്യുക എന്ന് പോലും പറയാൻ മടിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ പൊതുസമൂഹം, അത് രാഷ്ട്രീയമാണെങ്കിലും ഔദ്യോഗിക തലത്തിലാണെങ്കിലും സഹപ്രവർത്തകരായിട്ടുള്ള സ്ത്രീ പുരുഷന്മാർ അങ്ങനെ മടിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ കൊച്ചു കേരളം പോവുകയാണ്. പൊതുരംഗത്തേക്ക് സ്ത്രീകൾ പ്രവർത്തകർ വരുമ്പോൾ ഈ പറഞ്ഞ എല്ലാ കാരണങ്ങളും വളരെ കൂടുതലാണ്. അവർക്ക് ഒരു സൗഹൃദം വളരെ പ്രയാസമാണ്. നമ്മുടെ പാർട്ടി ഓഫീസായാലും ട്രേഡ് യൂണിയൻ ഓഫീസായാലും അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് ഇറങ്ങി ഒന്നിച്ചൊന്ന് പോയാൽ ഒക്കെ വാർത്തകളാകുന്ന സമയമുണ്ട്. പക്ഷേ ഇതെല്ലാം ഉപയോഗിക്കുന്നത് ആരെങ്കിലും നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ വാർത്ത എടുക്കാം. പൊതുപ്രവർത്തകർ പരസ്യമായി സ്വന്തം സഹോദരി ആയിക്കോട്ടെ, സ്വന്തം സുഹൃത്തായിക്കോട്ടെ, ഇനി കാമുകി ആയിക്കൊള്ളട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫയർ ആണെങ്കിൽ അതടക്കം അതിൻ്റെ നിയമപ്രശ്നങ്ങൾ അയാൾ നേരിടാൻ തയ്യാറാവേണ്ടി വരും. പരസ്യമായി പറയാനും ഇതെൻ്റെ കാമുകയാണ്, ഞാൻ ഇവിടെ ഇരിക്കുന്നതിന് നിനക്കെന്താണ് കുഴപ്പമെന്ന് ചോദിക്കാൻ കേരളത്തിൽ ആദ്യത്തെ MLA-യോ MP-യോ രാഷ്ട്രീയ പ്രവർത്തനമോ തയ്യാറാവുന്നിടത്ത് ഈ മുഖപടം അഴിഞ്ഞു വീഴും. മലയാളി സ്വന്തം ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്ന ഈ ഇരട്ട ബോധം, ഇത്തരം ആളുകൾ പരസ്യമായി ഏറ്റു പറഞ്ഞാൽ സമൂഹത്തിനും അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഉണ്ട്. അത് അക്സെപ്റ്റ് ചെയ്യാൻ മാത്രം കേരള സമൂഹം വളർന്നു കഴിഞ്ഞു. പഴയ പോലെ ആരെങ്കിലും കാറിൽ കണ്ടു എന്ന് പറഞ്ഞ് വോട്ട് അയാളെ തോപ്പിക്കുന്ന ഒരു സമൂഹമല്ല ഇന്നുള്ളത്. എൻ്റെ കാമുകയാണ്, അതിലെന്താ കുഴപ്പം, എനിക്ക് പ്രണയിച്ചുകൂടെ എന്നൊരു യുവാവ് എണീറ്റ് നിന്ന് ചോദിക്കുന്നിടത്ത്, അല്ലെങ്കിൽ ഒരു സ്ത്രീ എണീറ്റ് നിന്ന് ചോദിക്കുന്നിടത്ത് ആ കേരളത്തിലെ സദാചാരം അവസാനിക്കും. സമൂഹത്തിന്റെ പരിച്ഛേദമാണ് രാഷ്ട്രീയത്തിലും കാണുന്നതെന്ന ന്യായമുന്നയിച്ച് ആരോപണങ്ങൾ നേരിടാൻ അധികാര രാഷ്ട്രീയത്തിന് കഴിയും. പക്ഷേ രാഷ്ട്രീയത്തിന്റെ പരിച്ഛേദമാണ് സമൂഹത്തിൽ പ്രതിഫലിക്കുന്നതെന്ന സത്യം മറക്കുന്ന ഭരണാധികാരികൾ ധാർമ്മികതയ്ക്ക് പകരം അധികാരം തിരഞ്ഞെടുക്കുമ്പോൾ ഇത് ജനം തിരിച്ചറിയുന്നുണ്ടെന്നും ഇതോടൊപ്പം മറന്നുപോകുകയാണ്. ഞങ്ങൾക്ക് പറയാനുണ്ട്. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി കാണാം. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. നമസ്കാരം.